അപ്ഡേറ്റ്സ് കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കുറച്ച് ഹോട്ട് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ പറയാനുള്ളത് ലാലേട്ടന്റെ പടത്തിനെ പറ്റിയിട്ടാണ്. കാരണം നമ്മള് വളരെ കാലമായിട്ട് ആഗ്രഹിക്കുന്ന ലാലേട്ടൻ ദിലീഷ് പോത്തൻ ശ്യാം പുഷ്കരൻ പടം ഇപ്പൊ ഫൈനലി അതൊരു പ്രീ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റോറി കേൾക്കുന്ന സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ ആ സിനിമ വരികയാണെങ്കിൽ അത് ആശീർവാദിന്റെ ബാനറിലായിരിക്കും വരിക ഇപ്പൊ വാർത്തകൾ കേൾക്കുന്നുണ്ട്. ലാലേട്ടൻ അങ്ങനത്തെ ഒരു പടം ചെയ്യട്ടെ എന്തായാലും. അത് മഹേഷിന്റെ പ്രതികാരമൊക്കെ വന്ന സമയത്ത് ഫഹദ് ഫാസിൽ അല്ലെങ്കിൽ അത് ആ ടൈമിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യുന്ന ആരാന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ നല്ലൊരു സിനിമ ആയിരിക്കും. ഇനി അടുത്തത് ടിക്കിടാക്കയുടെ ഫസ്റ്റ് പോസ്റ്റർ വന്നിരിക്കുകയാണ്. നമുക്ക് ചെറിയൊരു ടീസർ പോർഷൻ തന്നിട്ട് മുണ്ടൊക്കെ എടുത്ത് ഷർട്ടൊക്കെ ഇട്ട് നാട്ടിലത്തെ ഒരു മഴയത്തൊരു അടി സീനാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്ന് ഫസ്റ്റ് ലുക്ക് കണ്ടപ്പോ സത്യമായിട്ട് ഞാൻ വണ്ടടിച്ചു. അല്ല, ഇപ്പോഴാണ് ആ ഫൈറ്റ് മാസ്റ്റർ എന്തിനും കൊണ്ടുവന്നു എന്നുള്ള തരത്തിലേക്ക് ആ പോസ്റ്റർ വന്നത്. ശരിക്കും ഒരു റൈഡിന്റെ ഒരു വൈബ് വന്നിട്ടുണ്ട്. പോരാത്തതിന് ടി സീരീസ് ആണ് സിനിമ നിർമ്മിക്കുന്നത്. അപ്പോ ബഡ്ജറ്റിന് അതെ പറഞ്ഞ പോലെ ആസിറ ഒരു KGF ആയിരിക്കട്ടെ. പടം മാർച്ച് അല്ലെങ്കിൽ ഏപ്രിൽ റിലീസിനാണ് പ്ലാൻ ചെയ്യുന്നത്. കാസ്റ്റും അത്രയും നല്ലതാണ്. അതെ ആസി, നെസ്ലൻ, വാമിക, സംഗീത്, ലുക്മാൻ അവറാൻ, കല്യാണി, ഭീകര കാസ്റ്റാണ്. അപ്പൊ എന്തായാലും വരട്ടെ, നല്ലോണം. അടുത്തത് ഇപ്പൊ നമുക്ക് പറയാനുള്ളത് ലിയോയുടെ റിലീസ് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ പ്രേമുടെ നൻപൻസ് ഒക്ടോബർ 19 തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പല കാരണങ്ങളാൽ, കാരണം എന്താണെന്ന് എല്ലാവർക്കും അറിയാം, പല കാരണങ്ങളാൽ ഇപ്പൊ റിലീസ് മാറ്റി വെച്ചിരിക്കുകയാണ് തൽക്കാലത്ത്. കൃത്യമായിട്ടുള്ള ഡേറ്റ് അവർ കൊടുത്തിട്ടില്ല, പക്ഷെ അറിയിക്കും തന്നെയാണ് പറഞ്ഞത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൃത്യമായിട്ടുള്ള ഡേറ്റ് കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതേപോലെ തന്നെ നമ്മളുടെ ഇതിന്റെ ഒപ്പം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ജനനായകന്റെ ഇത് മാറ്റിയതും ഇതേ സാഹചര്യം കൊണ്ട് തന്നെയാണ്. ദീപാവലിക്ക് വരണ്ടായിരുന്നു, താൽക്കാലികമായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്ത വിജയുടെ പറഞ്ഞ അടുത്ത സൂര്യയുടെ കാര്യം പറയണം. സൂര്യ 47 ജിത്തു മാധവൻ പടം സിനിമയുടെ ഒരു പ്രീ പ്രൊഡക്ഷൻ വർക്ക്, അതായത് സെറ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൊച്ചിയില് പോലീസ് സ്റ്റേഷന്റെ വർക്കാണ് തുടങ്ങിയിട്ടുള്ളത്. സൂര്യ വർഷങ്ങൾക്ക് ശേഷം പോലീസ് റോള് വരുന്ന സിനിമയാണ്. പിന്നെ ട്യൂണി ജോൺ ആണ് സിനിമയുടെ പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്നത്. റെട്രോ അഞ്ചാൻ, അതായത് സൂര്യക്ക് മുമ്പ് നല്ല വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ എന്തായാലും നല്ലൊരു വർക്ക് ആയിരിക്കട്ടെ. പിന്നെ സൂര്യയുടെ പുതിയൊരു പ്രൊഡക്ഷൻ ഹൗസിൻ ബാനറിലാണ് വരുന്നതെന്ന് കേൾക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു കൂടി അനൗൺസ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് വേട്ടുവം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രഞ്ജിത്തിന്റെ അടുത്ത സിനിമ രഞ്ജിത്തിന്റെ സിനിമയുടെ ഒരു പ്രോമോ വന്നിട്ടുണ്ടായിരുന്നു. ദിനേശും അതുപോലെ തന്നെ ചെറിയൊരു ബാക്ക് സൈഡ് ഷോർട്ടായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതില് അട്ടകത്ത് ദിനേശ് എന്ന് പറയാം. ദിനേശ് ലബ്ബർ ബന്ദ് കണ്ട കുറെ ആൾക്കാർക്ക്, ചില ആൾക്കാർ ആദ്യമായിട്ടൊന്നും കണ്ടത്, പക്ഷെ അട്ടകഥ കണ്ട ആൾക്കാർക്ക് വളരെ പരിചയമുള്ള ആളാണ്. ഭയങ്കര ആക്ടറാണ്. ഇപ്പൊ നമ്മളുടെ വെற்றிമാറിന്റെ സിനിമയിൽ വരെ അഭിനയിച്ച ആളാണ്. അപ്പോ അല്ല, ഇപ്പൊ നമ്മളിതിലൊക്കെ ഉണ്ട്, ആടുകളത്തിലൊക്കെ ഉണ്ട്, ആളുണ്ട് കബാലി. അപ്പൊ ദിനേശിന്റെ ഒരു അത്യുഗ്രൻ പെർഫോമൻസോട് കൂടിയിട്ടാണ് ടീച്ചർ വന്നത്. ക്യാരക്ടർ പോസ്റ്റ് ആണ്. ആ ലുക്ക് വന്നപ്പോ ഒരുപാട് കളിയാക്കലുകൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പ്രോമോ വന്നപ്പോ തന്നെ അതൊക്കെ തന്നെ ശരിക്കും മോർട്ടൽ കോമ്പാറ്റത്തെ നായകന്റെ അതേമാതിരി അതേ ഒരു പോസും കൂടിയിട്ട് വന്നിട്ട് ഉൾപ്പെടെ വന്നു. ഇങ്ങനത്തെ ഒരു ആക്ഷൻ ടൈപ്പ് ഓഫ് ഫിലിം അതിന്റെ BTS കണ്ടപ്പോ ആളെന്നെ അത് ചെയ്യണമെന്ന് ഉറപ്പുപോയി. അതെ. അടുത്തത് നമ്മുടെ ഡൂംസ്ഡേ ഇപ്പൊ മാർവലിന്റെ ആരാധകരൊക്കെ വളരെയധികം പ്രതീക്ഷയിലും ഇതിലും കാത്തിരിക്കാൻ സിനിമ. ഡൂംസ്ഡേയുടെ ട്രെയിലറിന്റെ ഒരു അപ്ഡേറ്റ് ഉണ്ട്. സിനിമ അവതാർ ഡിസംബറിൽ വരുന്ന അവതാറിന്റെ ഒപ്പം സിനിമയുടെ തിയററ്റിക്കൽ ട്രെയിലർ വരുമെന്നാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ്. അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ്. നമുക്ക് അവതാറും കാണാം, അതുപോലെ തന്നെ അവതാറിന്റെ ട്രെയിലർ വന്ന മുതലേ അവതാർ കാണാൻ. അടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ധനുഷ് 55, നമ്മുടെ രാജ്കുമാർ പെരിയസാമിയുടെ സിനിമ, അതായത് നമ്മുടെ അമരന്റെ സംവിധാനം. അപ്പൊ ആ സിനിമയുടെ ഷൂട്ട് അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യും. മിക്കവാറും അടുത്ത വർഷം 2026 നവംബർ റിലീസാണ് സിനിമ പ്ലാൻ ചെയ്യുന്നത്. ഇനി അടുത്തത് മെയ്യാഴിന് ശേഷം പ്രേംകുമാറിന്റെ അടുത്ത സിനിമ വരാൻ പോവാണ്. ഫഫേനെ വെച്ചിട്ടാണ് അടുത്ത സിനിമ എന്ന് പറഞ്ഞിരിക്കുകയാണ്. പുള്ളി ഒരു ഫീൽ ഗുഡ് ജോണർ കഴിഞ്ഞിട്ട് അടുത്തത് വേറെ ത്രില്ലറായിട്ടൊന്ന് അത് ഭീകരമായിരിക്കും. അത് കംപ്ലീറ്റ് ഒരു ആക്ഷൻ സിനിമ. വെയിൽസ് ഇന്റർനാഷണൽ നമ്മുടെ പ്രൊഡക്ഷൻ അവരെ വരുന്നത്. അവര് പറഞ്ഞു ആവേശം പോലെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത്രക്കൊന്നും വേണ്ടെങ്കിൽ അത്യാവശ്യം വേണ്ട, പക്ഷെ നല്ലൊരു സിനിമ ആയിരിക്കും. എന്താ വെച്ച് കഴിഞ്ഞാൽ അത് പ്രോപ്പർ ആയിട്ട് പ്രേംകുമാർ മാതിരി ഒരു അയാൾ എന്താണോ അത്. ഇനിയിപ്പോ അടുത്ത് പറയാനുള്ളത് നമ്മുടെ മാസ്ക് എന്ന് പറഞ്ഞ സിനിമയുടെ, അത് പല കാരണങ്ങളും കൊണ്ട്
കവിന്റെ സിനിമ. അതെ. അത് ഇപ്പൊ അതിന്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം തന്നെ വെട്രിമാറിനെ വന്നിട്ട് വിളിച്ചുണർത്തി ചെയ്യിപ്പിക്കുന്ന മാതിരി പ്രൊഡക്ഷൻ ഹൗസ് അവരായിരുന്നു. വെട്രിമാറിലാണ് ഇതിൽ എന്തെങ്കിലും കാര്യം ശരിയാവോ എന്നുള്ള തരത്തിലൊരു പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു. ഒക്ടോബർ 6 ഇപ്പൊ അതിന്റെ ഫസ്റ്റ് സിംഗിൾ ജീവിയുടെ വരികയാണ്. അപ്പൊ അതിന്റെ അപ്ഡേറ്റ്, അപ്പൊ സിനിമ ഓണാണ്. ഓ ഓക്കെ. ഇനി അടുത്തത് പെറ്റ് ഡിറ്റക്റ്റീവ്, നമ്മുടെ ഷറഫുദ്ദീൻ സിനിമയെ പറ്റി നമ്മൾ ഒരുപാട് അപ്ഡേറ്റ്സ് പറയാം. കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു, ഒക്ടോബർ 16 തീയതിയാണ് നല്ല ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതൊരു ഡ്രൈ ടൈം ആണ്. ആ സമയത്ത് വേറെ സിനിമകളൊന്നും അധികം ദിവസം തമിഴ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ദീപാവലി ആണല്ലോ, ഇവിടെ വേറെ സിനിമകൾ എക്സ്പെക്ട് ചെയ്യണം. നല്ലൊരു ഫണ്ട് റൈസ് പണം തന്നെയാണ്. അതെ, നമ്മള് അത് ഗൂഗിളും ആ സിനിമയിൽ വന്നു എന്ന് റിലീസ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത് നമുക്കൊരു റീ റിലീസിനെ പറ്റിയിട്ടാ പറയാനുള്ളത്. ഏതെന്ന് എല്ലാവർക്കും അറിയാം, രാവണപ്രഭു. ഒരു 1.5 ഒക്ടോബർ 10 നമ്മള് ചോട്ടോമ്പി റിലീസ് വന്നതിന്റെ ഒരു ആഘോഷം ഇപ്പോഴും നമ്മൾ മനസ്സിലാവും. നമ്മൾ തിയേറ്ററിൽ നിന്ന് അത് എക്സ്പീരിയൻസ് ചെയ്തു. അപ്പൊ അതേമാതിരി എൻജോയ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ആ തിയേറ്റർ ഫുട്ടേജ് നമ്മുടെ ഷോർട്സിൽ വിട്ടിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറഞ്ഞ പോലെ ഇത് അയാളുടെ കാലല്ല. അല്ല, ഇത് രഞ്ജിത്തിന്റെ ഫസ്റ്റ് സിനിമ, മോഹൻലാലിന്റെ ഒരു ഇതുള്ള സിനിമയാണ്. അപ്പൊ ആ സിനിമയുടെ റിലീസ് ഒരു ആഘോഷമാണെന്ന് പ്രതീക്ഷിക്കാം.